പരിശുദ്ധവും പരിപാവനവുമായ ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യ തിങ്കളാഴ്ചയാണ്. ഈ തിങ്കളാഴ്ച ദിവസത്തിൽ പലരും നോമ്പെടുക്കുന്നുണ്ട്. ഈ തിങ്കളാഴ്ച ദിവസത്തിൽ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? തിങ്കളാഴ്ചയുടെ അത്ഭുതകരമായ ചില പ്രത്യേകതകളെ പറ്റിയും, അതോടൊപ്പം ഇപ്രാവശ്യം നമുക്ക് ഹജ്ജിന് പോകാൻ ഭാഗ്യം ലഭിച്ചിട്ടില്ല. ഒരുപാട് ഹാജിമാർക്ക്, ഹജ്ജുമ്മമാർക്ക് അള്ളാഹു വലിയ തൗഫീഖ് കൊടുത്തു ഹറമിലേക്ക് എത്താൻ. ഇൻഷാ അല്ലാഹ് നാട്ടിൽ നിന്നുകൊണ്ട് പരിശുദ്ധമായ ഹജ്ജിന്റെ പ്രതിഫലം വാങ്ങിയെടുക്കാൻ കഴിയുന്ന 7 അമലുകളെ പറ്റിയാണ്, ശ്രദ്ധിക്കേണ്ട 7 കാര്യങ്ങളെ പറ്റിയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോവുക. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പഠിക്കുവാനും പകർത്തുവാനും പ്രാവർത്തികമാക്കുവാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നസീബാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി കഫാ വസ്സലാം അലാ ഇബാദിഹി നിഅമ അമ്മാ ബഅദ്. എൻ്റെ പ്രിയമുള്ള മുഹബ്ബീങ്ങൾ, എല്ലാവർക്കും റാഹത്തല്ലേ? അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ ഒരുമിച്ച് കൂടുതൽ കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന ആശയവുമായി വോയിസ് ഓഫ് ഷഫീഖ് ബദരി അൽഹംദുലില്ലാ എന്ന ചാനൽ നമ്മിലൂടെ അൽഹംദുലില്ലാ നിങ്ങൾ സ്വീകരിച്ചിരിക്കുകയാണ്. അല്ലാഹു നാം എല്ലാവർക്കും എല്ലാവിധ ഖൈറും ബറക്കത്തും അത് പ്രദാനിക്കുമാറാകട്ടെ. ഇനിയും ഇതുപോലെയുള്ള വീഡിയോകൾ, ഇതുപോലെയുള്ള അറിവുകൾ നിങ്ങൾ ഇൻഷാ അല്ലാഹ് സ്വീകരിക്കുമെന്ന പ്രതീക്ഷയോടെ പുതിയ വിഷയത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധമായ ദുൽഹിജ്ജ മാസം ഒരുപാട് പ്രതിഫലങ്ങൾ, ഒരുപാട് സൗഭാഗ്യവാന്മാരെയും സൗഭാഗ്യവതികളെയും കണ്ടെത്താൻ കഴിയുന്ന ഒരു മാസമാണ് ദുൽഹിജ്ജ മാസം. അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകി അള്ളാഹുവിന്റെ അതിഥിയായി പരിശുദ്ധമായ ഹറമിലേക്ക് കടന്നു പോകാൻ ഭാഗ്യം ലഭിച്ച ഒരുപാട് മഹദികളും ഒരുപാട് ഭാഗ്യവാന്മാരും ഭാഗ്യവതികളും അള്ളാഹു നമ്മയും അതിൽ പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, ആ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യ തിങ്കളാഴ്ചയിലാണ് നാം ഉള്ളത്, അല്ലേ? തിങ്കളാഴ്ച ദിവസം നമുക്കറിയാം, പലരും തിങ്കളാഴ്ച നോമ്പെടുക്കും, വ്യാഴാഴ്ച നോമ്പെടുക്കും, ഇല്ലേ? ദിവസത്തിൽ ഏറ്റവും നല്ല ദിവസം ഏതാണ്? പലപ്പോഴും നമുക്ക് പറയാം വെള്ളിയാഴ്ചയാണ് നമ്മൾ പറയാറുണ്ടല്ലേ. എന്നാൽ മരണത്തിനാകട്ടെ, ഏതൊരു നല്ല കാര്യത്തിനും ഏറ്റവും നല്ല ദിവസം, ദിവസങ്ങളുടെ നേതാവ് വെള്ളിയാഴ്ചയാണെങ്കിലും എന്നാൽ പരിഗണന കൂടുതൽ തിങ്കളാഴ്ചയാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരെ നമുക്ക് കാണാം. എത്രത്തോളം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചത് തിങ്കളാഴ്ചയാണ്. നബി തങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അതെല്ലാം തിങ്കളാഴ്ചയാണ്. നബി തങ്ങൾക്ക് പരിശുദ്ധമായ ജനനം കൊണ്ടത് തിങ്കളാഴ്ചയാണ്. അതുപോലെ അള്ളാഹുവിന്റെ റസൂല് ഹിറ എന്ന ഗുഹയിൽ ധ്യാന നിരതനായിരിക്കുന്ന പ്രത്യേക അവസരത്തിൽ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ദിവ്യബോധനം കൊടുത്ത് നുബുവത്ത് ലഭിച്ചതും ഒരു തിങ്കളാഴ്ചയായിരുന്നു. അതോടൊപ്പം നിബിതങ്ങൾ നുബുവത്തിന്റെ പ്രബോധന പ്രചാരക പോരാട്ട ഭൂമികയിൽ മക്കയിൽ ഇങ്ങനെ ഒരുപാട് അക്രമങ്ങൾ ഏൽക്കേണ്ടി വന്നപ്പോൾ നിബിതങ്ങളെ മദീനയിലേക്ക് പാലായനം ചെയ്യാൻ വേണ്ടി അള്ളാഹുവിന്റെ കൽപ്പന, ആ മദീനയിലേക്ക് പോയതും മദീനയിൽ എത്തിപ്പെട്ടതും തിങ്കളാഴ്ചയായിരുന്നു എന്ന് ഹദീസുകൾ കാണാം. അതുപോലെ ഈ ലോകത്തിന് തന്നെ ഏറ്റവും വലിയ തീരാ നഷ്ടമായ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്ത്, മുത്തുനബിയുടെ തങ്ങളുടെ വഫാത്ത് തിങ്കളാഴ്ചയായിരുന്നു. മഹാനായ ഖലീഫമാരിൽ പ്രധാനികളായ അല്ലെങ്കിൽ ഔലിയാക്കന്മാരുടെ നേതാവായ മഹാരഥനാകുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല മനസ്സുകൊണ്ട് വല്ലാതെ ആഗ്രഹിച്ചത്, മരിക്കാൻ കൊതിച്ചത് തിങ്കളാഴ്ച ദിവസമായിരുന്നു എന്നാണ്. എൻ്റെ പ്രിയമുള്ളവരെ, അങ്ങനെ ഒരുപാട് തിങ്കളാഴ്ച ദിവസത്തിന് വലിയ മഹത്വമുണ്ട്, വലിയ മഹാത്മ്യമുണ്ട്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ആ ദിവസത്തെ പരിഗണിക്കുക അല്ലാഹു ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസിന്റെ ആശയത്തിൽ മഹാരഥന്മാർ പഠിപ്പിക്കുന്നത് വെള്ളിയാഴ്ചയെക്കാൾ മരിക്കൽ നല്ലത് തിങ്കളാഴ്ചയാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ കൊതിച്ചത് തിങ്കളാഴ്ച മരിക്കാനാണ്. ആ ഒരു തിങ്കളാഴ്ചയിലാണ് നാം ഉള്ളത്. ആ പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിലാണ് നാം ഉള്ളത്. ഒരുപാട് ഹാജമാര്, ഹജ്ജുമ്മമാര് പരിശുദ്ധമായ മക്കയിലേക്ക്, മദീനയിലേക്ക് പുറപ്പെടുന്ന സുന്ദരമായ നിമിഷം. നമുക്കും ഭാഗ്യമില്ലല്ലോ, നമുക്കതിലെ പേര് വന്നില്ലല്ലോ എന്ന ചിന്തയോടെ വീട്ടിൽ സങ്കടത്തോടെ ഇരിക്കാനല്ല. എന്നാലോ നാം ശ്രദ്ധിക്കാനുള്ള ചില കാര്യങ്ങൾ വേഗത്തിൽ പറഞ്ഞു പോവുകയാണ്. ഇൻഷാ അല്ലാഹ് ഒരു 7 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം ചേർത്തു പിടിച്ചാൽ ഹജ്ജിന്റെ ഉംറയുടെ കൂലി അള്ളാഹു നമുക്ക് തരുമെന്ന് മഹാരഥന്മാർ പഠിപ്പിച്ചു തന്ന 7 കാര്യങ്ങളെ പറ്റിയാണ് ഇന്നത്തെ ചർച്ച. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒന്നാമത് നാം ശ്രദ്ധിക്കാനുള്ളത് ഈ പരിശുദ്ധമായ ദുൽഹിജ്ജ മാസം വൽ ഫജ്ർ വലയാലി അശ്ർ, 10 ദിനരാത്രങ്ങളെ കൊണ്ട് തന്നെയാണ് സത്യം. ആ ദിനരാത്രങ്ങളിൽ ആദ്യ തിങ്കളാഴ്ചയാണ് നാം ഉള്ളത്. ഈ പരിശുദ്ധവും പരിപാവനവുമായ ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യ 10ലും ഈ ദുൽഹിജ്ജ മാസത്തിലും നാം ചേർത്തു പിടിക്കേണ്ട ഒന്നാമത്തെ സ്വഭാവ ഗുണം, സുന്നത്തുകളെ അവഗണിക്കാൻ പാടില്ല. അത് സുന്നത്തല്ലേ, ചെയ്തില്ലേ ശിക്ഷയില്ലല്ലോ, പിന്നെ എന്തിനാ എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ സുന്നത്തിന് നമ്മൾ എന്ത് ചെയ്യില്ല, പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യില്ല, പരിഗണന കൊടുക്കാറില്ല. ഇരട്ടി പ്രതിഫലമാണ്, ഇരട്ടി പ്രതിഫലമാണ്. എന്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിലെ സാധാരണ സുന്നത്തുകളെക്കാളല്ല, അക്സറ
സവാബ്, ഈ മാസത്തിൽ പ്രതിഫലം ഇരട്ടിയാണ്. അതുകൊണ്ട് തന്നെ സുന്നത്തുകൾ നമ്മൾ പാഴാക്കാൻ പാടില്ല. നമസ്കാരത്തിന് ശേഷം, മുമ്പും ശേഷമുള്ള സുന്നത്ത് നമസ്കാരങ്ങൾ, അതുപോലെ ജീവിതത്തിൽ പാലിക്കേണ്ട സുന്നത്തുകൾ, ബാത്റൂമിൽ കയറുമ്പോൾ, ഇറങ്ങുമ്പോൾ, അതുപോലെ നമ്മൾ എന്തെല്ലാ കാര്യങ്ങളുണ്ടോ സുന്നത്തുകളെ നമ്മൾ ഹയാത്താക്കി, സുന്നത്തുകളെ ചേർത്ത് പിടിക്കും. സുന്നത്തുകളെ കൊണ്ടാണ് രക്ഷപ്പെടുക, ഫറലുകളെ കൊണ്ട് മാത്രം രക്ഷപ്പെടാൻ കഴിയില്ല. ഫറലിൽ വരുന്ന വീഴ്ചകളെ പരിഗണിക്കാൻ സുന്നത്തുകൾക്ക് കഴിയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സുന്നത്തുകൾ നമ്മൾ മുറുകെ പിടിക്കേണ്ടതുണ്ട്. ഒന്നാമത് ശ്രദ്ധിക്കാനുള്ള കാര്യം, ദുൽഹിജ്ജ മാസത്തിലെ സുന്നത്തുകളെ നാം അധികരിപ്പിച്ചാൽ അവന് ഹജ്ജിന്റെയും ഉംറയുടെയും കൂലിയുണ്ടെന്ന് മഹാരഥന്മാർ. രണ്ടാമത് മഹാരഥന്മാർ രേഖപ്പെടുത്തുകയാണ്, പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിന്റെ പവിത്രതയിൽ അശ്രദ്ധ വരുത്താൻ പാടില്ല. മഹാനായ അബൂദർദ റളിയല്ലാഹു തആല പറഞ്ഞതായി മുത്തുനബി തങ്ങൾ ഹദീസിൽ കാണാം. അബൂദർദ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യ 10 ദിനരാത്രങ്ങൾ നോമ്പ് പിടിക്കണം. അത് മാത്രമല്ല, ഇക്സാർ ദുആ നിങ്ങൾ അധികരിപ്പിക്കണം. തസ്ബീഹുകളും തക്ബീറുകളും തഹ്മീദുകളും തംജീദുകളും ദിക്റുകൾ നിങ്ങൾ അധികരിപ്പിക്കണം. മാത്രമല്ല, നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അൽ വൈലു ലിമൻ ഹുരിമ ഖൈറു അയ്യാമിൽ അശ്ർ, 10 ദിനരാത്രങ്ങളിൽ നന്മ തടയപ്പെട്ടവന് വൈലെന്ന നരകമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ന് പറഞ്ഞാൽ അശ്രദ്ധമായി ഒന്നിനെയും പരിഗണിക്കാതെ സാധാരണ മാസങ്ങളെ പോലെ ദുൽഹിജ്ജയെ നിങ്ങൾ കടത്തിവിടുന്നവരാണോ? അമ്മമാരെ ഭയപ്പെടേണ്ടതുണ്ട്, വാപ്പമാരെ സങ്കടപ്പെടേണ്ടതുണ്ട്. നിങ്ങൾക്ക് നരകമാണ്, വെറും നരകമല്ല, വൈലെന്ന് പറയുന്ന ഏറ്റവും വലിയ ഭയാനകമായ നരകം നിങ്ങൾക്ക് എഴുതപ്പെടുന്നു എന്ന് മുത്തുനബി തങ്ങളുടെ ഹദീസാണ്. അൽ വൈലു ലിമൻ ഹുരിമ ഖൈറു അയ്യാമിൽ അശ്ർ, 10 ദിനരാത്രങ്ങളെ നന്മകൾ തടയുന്നവർ, പരിഗണിക്കാത്തവർ, അതിന്റെ മഹത്വം ഉൾക്കൊള്ളാത്തവർ, അതിനുവേണ്ടി പണിപ്പെടാത്തവർ, നിങ്ങൾക്ക് നരകമാണ്. അങ്ങനെ പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യ 10 ദിനരാത്രങ്ങളെയും ദുൽഹിജ്ജ മാസത്തെയും ഒരാൾ പരിഗണിച്ചാൽ, ഒരാൾ അതിനെ പവിത്രതയെ മാനിച്ചാൽ, അവന് പരിപൂർണമായ ഹജ്ജിന്റെ ഉംറയുടെ കൂലിയുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത്തെ കാര്യം, പാപങ്ങൾ ഉപേക്ഷിക്കലാണ്. തറുക്കുൽ മആസി, പാപങ്ങൾ ഉപേക്ഷിക്കലാണ്. എന്റെ പ്രിയമുള്ളവരെ, ഖുർആൻ 4 മാസങ്ങളാണ്. ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി സനാ, അല്ലാഹുവിന്റെ 12 മാസങ്ങളിൽ 4 മാസങ്ങൾ, മിൻഹ അർബഅത്തു ഹുറും, 4 മാസങ്ങൾ അല്ലാഹു പവിത്രമാക്കി. അതിലൊന്നാണ് ദുൽഹിജ്ജ. അതിലും നമ്മൾ പാപം ചെയ്താൽ പിന്നെ എന്താണപ്പ? അല്ലാഹു മഹത്വമാക്കിയ, അല്ലാഹു വല്ലാതെ ശ്രേഷ്ഠമാക്കിയ, പ്രവാചകന്മാര് പോലും അള്ളാന്റെ റസൂൽ ഒരുപാട് മഹത്വവൽക്കരിച്ച മഹാരഥന്മാരൊക്കെ സൂക്ഷ്മതയോടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയ ദുൽഹിജ്ജ മാസത്തിൽ പാപങ്ങൾ വർജിക്കാൻ തയ്യാറായാൽ, പാപങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറായാൽ നിങ്ങൾക്ക് ഹജ്ജിന്റെ ഉംറയുടെ കൂലിയുണ്ടെന്നാണ്. നന്മ ചെയ്താൽ ഇരട്ടി പ്രതിഫലം, തെറ്റ് ചെയ്താൽ ഇരട്ടി ശിക്ഷ കിട്ടുകയാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാലാമത്തെ കാര്യം, എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ ചെയ്യാനുള്ള 4ാമത്തെ കാര്യം, കുടുംബത്തിലും സമൂഹത്തിലും ഐക്യമുണ്ടാക്കണം. എന്ന് പറഞ്ഞാൽ പിണക്കം നമ്മൾ മാറ്റണം. ആരോടൊക്കെ പിണങ്ങിയിട്ടുണ്ടോ ഈ ദുൽഹിജ്ജ മാസത്തിൽ നിങ്ങൾ പിണക്കം മാറ്റിയാൽ നിങ്ങൾക്ക് ഹജ്ജിന്റെ ഉംറയുടെ കൂലിയുണ്ട്. ഈ മാസത്തിന്റെ ശ്രേഷ്ഠതയാണെന്ന് കരുതി, പടച്ചവനെ ദുൽഹിജ്ജ മാസമാണല്ലോ, അള്ളാഹ് ആദരിച്ച മാസമാണല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് പിണങ്ങിക്കഴിയുന്നവർ പിണക്കം മാറ്റിയാൽ ഉറപ്പായും ഹജ്ജിന്റെ ഉംറയുടെ കൂലിയുണ്ട്. പിണങ്ങിക്കഴിയുന്നവർ പിണക്കം മാറ്റുകയും പിണങ്ങിക്കഴിയുന്നവരെ ഒരുമിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുകയും ചെയ്താൽ നമുക്ക് ഹജ്ജിന്റെ ഉംറയുടെ കൂലിയുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 5ാമത് നാം ശ്രദ്ധിക്കാനുള്ള കാര്യം, ഒരാളെയും നമ്മൾ ചെറുതായി കാണാൻ പാടില്ല, ആരെയും നമ്മൾ നിസ്സാരവൽക്കരിക്കാൻ പാടില്ല. പരിശുദ്ധമായ അറഫ മൈതാനിയിൽ അള്ളാന്റെ റസൂൽ ഒരുമിച്ച് കൂടിയിട്ട് ചോദിച്ചില്ലേ, ഇന്നത്തെ ദിവസത്തിന്റെ ദിവസം ഏതാ, ഇന്നത്തെ നാടേതാ, ഈ മാസം ഏതാ? ഇവിടെ തങ്ങൾ പറഞ്ഞു, ഈ മാസത്തെക്കാൾ, ഈ പരിശുദ്ധമായ നാടിനേക്കാൾ, ഈ പരിശുദ്ധമായ ദിവസത്തെക്കാൾ ഏറ്റവും അള്ളാന്റെ അടുക്കൽ സ്വീകാര്യപ്രദമായത് ഒരാളുടെ അഭിമാനമാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധമായ കഅബയേക്കാൾ വലുതാണ് ഒരു മനുഷ്യന്റെ അഭിമാനം. നമ്മൾ ആളുകൾ കൂടുമ്പോൾ, 2-3 പേര് കൂടുമ്പോൾ ഒരാളെ കിട്ടിയ നമ്മൾ അവനങ്ങ് കൊല വിളിക്കും, കളിയാക്കി പരിഹസിച്ച് അവനെ വല്ലാതെ അങ്ങ് എന്താ പറയാ, നിസ്സാരമാക്കി നമ്മൾ കളയാറുണ്ട്. അവന്റെ മനസ്സ് വേദനിച്ചവന്റെ ദുആ അള്ളാഹ് സ്വീകരിക്കപ്പെടും, തള്ളപ്പെടൂല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആക്രമിക്കപ്പെട്ടവന്റെ ദുആ അള്ളാഹ് സ്വീകരിക്കും. ഒരാളെയും നമ്മൾ കുറ്റം പറയാൻ പാടില്ല, ഒരാളെയും നമ്മൾ പരിഹസിക്കാൻ പാടില്ല. നമ്മൾക്കൊരാൾക്ക് മാർക്കിടാൻ എന്ത് യോഗ്യതയാണ് നമുക്കുള്ളത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ഒരാളെ കുറിച്ച് പറയുമ്പോൾ, നമ്മൾ ഒരാളെ കുറിച്ച് കുറ്റം പറയുമ്പോൾ അദ്ദേഹത്തിന് ഒരു കുറ്റമേ ഉള്ളൂ
കുറ്റങ്ങളുണ്ടെങ്കിലും 9 കുറ്റം നമുക്കുണ്ടാകും. പക്ഷെ നമ്മളത് മറച്ചു വെക്കാണ് പാടില്ല. ഒരാളെയും നിസ്സാരവൽക്കരിക്കാൻ പാടില്ല. എല്ലാവരെയും ചേർത്തു പിടിക്കണം. ഒരാളെയും നമ്മൾ മോശക്കാരാക്കാൻ പാടില്ല. അത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഒരാൾ ചെയ്തു പോയ തെറ്റിന്റെ പേരിൽ ഒരാളെ നിങ്ങൾ ആക്ഷേപിച്ചാൽ നബി തങ്ങൾ പറഞ്ഞത് വല്ലദീ നഫ്സി ബിയദിഹി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തനബി തങ്ങളുടെ ശരീരം ഏതൊരു പടച്ചവന്റെ കയ്യിലാണോ ആ തമ്പുരാനെ തന്നെയാണ് സത്യം. ആ തെറ്റ് അവന്റെ ജീവിതത്തിൽ സംഭവിക്കാതെ മരിക്കൂല എന്ന് നബിയുനാ റസൂലുള്ളാഹി നഊദു ബില്ലാഹ്. അല്ലാഹ് കാക്കട്ടെ. അപ്പൊ അഞ്ചാമതാം ശ്രദ്ധിക്കാനുള്ള കാര്യം, ആരെയും നമ്മൾ പരിഹസിക്കാൻ പാടില്ല, ആരെയും നമ്മൾ കുറ്റപ്പെടുത്താൻ പാടില്ല, ആരെയും നിസ്സാരമാക്കാൻ പാടില്ല. ആറാമത്തത് നിബിധങ്ങൾ മഹാരഥന്മാർ പറയുന്നു, റമളാനിൽ പാടില്ലാത്തത് ദുൽഹിജ്ജയിലും പാടില്ല. റമളാനിൽ നമ്മളെ നാവിനെ നമ്മൾ സൂക്ഷിച്ചു, നിസ്കാരമൊക്കെ കൃത്യമായിരുന്നു. റമളാനിൽ നമ്മൾ ഒന്നും പറയൂല, നോമ്പാണ് എന്ന് ചിന്തയാണ്. ആ റമളാനിൽ ഹറാമായിരുന്ന തെറ്റ് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എവിടെയും പാടില്ല, ഈ ദുൽഹിജ്ജ മാസത്തിലും പാടില്ല. ഈ ദുൽഹിജ്ജയുടെ ആദ്യ 10 രാത്രങ്ങൾ പ്രത്യേകിച്ച് പാടില്ല. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, ഉസ്താദ് ഭക്ഷണം പാടില്ല, നിർബന്ധമല്ല, കഴിയുമെങ്കിൽ ദുൽഹിജ്ജ ആദ്യ 10 രാത്രം നോമ്പ് പിടിക്കൽ പ്രത്യേക സുന്നത്തുണ്ട്. റമളാനിൽ ഭക്ഷണം ഇല്ലായിരുന്നു, ദുൽഹിജ്ജയിലും ഭക്ഷണം വേണ്ട എന്ന ചിന്ത ഒരു ഈമാനാണ്. അല്ലാഹു ഈമാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ ഏഴാമത്തത് ഉളുഹിയ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ, നബി തങ്ങളുടെ ഹദീസ് അങ്ങനെയാണ്, ഇദാ ദഖലത്തൽ അശ്റു വഅറാദ അഹദുക്കും അയ്യുലഹിയഹു വലാ യമുസ്സ മിൻ ശഅരിഹി വബശരിഹി. നബി തങ്ങൾ പറഞ്ഞു, ഒരാൾ ഉളുഹിയ ഉദ്ദേശിച്ചാൽ, മൃഗം വാങ്ങിയിട്ടില്ല, ഉളുഹിയ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്, ദുൽഹിജ്ജ 1 മുതൽ ഒരു 6 7 ഒക്കെ ആകുമ്പോൾ വാങ്ങാമെന്ന് കരുതി വാങ്ങിയിട്ടില്ല, പക്ഷെ കൊടുക്കാൻ നീയത്തുണ്ട് എങ്കിൽ ദുൽഹിജ്ജ 1 മുതൽ അവന്റെ മുടിയും നഖവും ഒന്നും അവൻ വെട്ടാതിരിക്കട്ടെ. അതിൽ അവന് ഹജ്ജിന്റെ ഉംറയുടെ കൂലിയുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ പ്രത്യേക ഒരു കാര്യം പറയാനുള്ളത്, ചില പ്രവാസികളായ സഹോദരങ്ങൾ അവർ നാട്ടിലുള്ള ആളുകളെ വക്കാലത്ത് ഏൽപ്പിക്കാറുണ്ട് ഷെയറിന് വേണ്ടി. എനിക്ക് വരാൻ പറ്റില്ല, ഞാൻ നിന്നെ വക്കാലത്ത് ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവരവിടെ മുടിയും വെട്ടി നഖം വെട്ടി, ഞാൻ വക്കാലത്ത് ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് അവരവിടെ നഖവും മുടിയൊക്കെ മുറിക്കാറുണ്ട്. പാടില്ല. വക്കാലത്ത് ഏൽപ്പിക്കവന് മുടി വെട്ടിയാലും പ്രശ്നമില്ല. അപ്പൊ ഞാൻ ഒരാളെ വക്കാലത്ത് ഏൽപ്പിച്ചാൽ ഞാൻ ഏൽപ്പിച്ചാൾക്ക് മുടി വെട്ടാം, പ്രശ്നമില്ല, നഖം മുറിക്കാൻ പ്രശ്നമില്ല, ഞാൻ വെട്ടാൻ പാടില്ല, എന്റെ വക്കാലത്താണ്, അല്ലാതെ അവൻ ഉത്തരവാദിത്തങ്ങളൊന്നുമില്ല എന്നുണർത്തുകയാണ്. ഉളുഹിയ കർമ്മം കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർ നഖവും മുഖവും വെട്ടാതിരുന്നു കൊള്ളട്ടെ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ 7 കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തിയാൽ അവന് പരിപൂർണ്ണ ഹജ്ജിന്റെ ഉംറയുടെ കൂലിയുണ്ടെന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുകയാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഹജ്ജിനും ഉംറയ്ക്കും പോകാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവെന്ന ഈ ആശയം ഇൻഷാ അല്ലാഹ് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ഈ വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അതോടൊപ്പം ഇതിന് നേതൃത്വം കൊടുക്കുന്ന ബദറൻ തീരം എന്ന ആത്മീയ മജ്ലിസ് എല്ലാ ദിവസവും വെള്ളിയാഴ്ച ഒഴികെ രാത്രി 9 മണിക്ക് ബദറൻ തീരം യൂട്യൂബ് ചാനലിലൂടെ 1000 സംഗമിക്കുന്ന അസ്മാഉൽ ഹുസ്നയും തിബ്ബുസ്സലാത്തും ഹദ്ദാദ് റാത്തീബും മഹാന്മാരുടെ ചരിത്രം പാടി പറയലുമായ ഒരു മജ്ലിസാണ്. നിങ്ങളെ സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഒരുപാട് ആളുകൾ കമന്റിലൂടെ ദുആ വസിയത്ത് അറിയിച്ചിട്ടുണ്ട്. എല്ലാവർക്കും എല്ലാവിധ ഖൈറും ബറക്കത്തും നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് പുതിയൊരു അറിവുമായി നമുക്ക് കണ്ടുമുട്ടാം. ദുആ ചെയ്യണം, നിങ്ങൾക്ക് വേണ്ടി വിനീതനം ദുആരക്കാം. അല്ലാഹ് സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.